ആലപ്പുഴയിൽ കോൺഗ്രസിലെ ഐ ഗ്രൂപ്പും നാലാം ഗ്രൂപ്പും ചേർന്ന് നടത്തിയ പൊതുയോഗം വിവാദമാകുന്നു. നെഹ്റു ദർശന്റെ പേരിൽ സംഘടിപ്പിച്ച നെഹ്റു ജയന്തി സമ്മേളനത്തിൽ ഐ ഗ്രൂപ്പിലെയും നാലാം ഗ്രൂപ്പിലെയും പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. അതേസമയം സമ്മേളനത്തിനെതിരെ പരാതി നൽകാനാണ് എ ഗ്രൂപ്പിന്റെ തീരുമാനം. സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് കോൺഗ്രസിലെ ഐ വിഭാഗവും നാലാം ഗ്രൂപ്പും തീരുമാനിച്ചിട്ടുള്ളത്. നാലാം ഗ്രൂപ്പ് നേതാവ് വയലാരവിയും ഐ ഗ്രൂപ്പ് നേതാവായ രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആലപ്പുഴയിൽ നെഹ്റു ദർശന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പൊതുസമ്മേളനം വിവാദമാകുന്നത്. നാലാം ഗ്രൂപ്പ് നേതാക്കളായ അജയ് തറയിൽ, മാത്യു കുഴൽനാടൻ, അബ്ദുൾ ഗഫൂർ ഹാജി എന്നിവരും എം ലിജു അടക്കം പ്രമുഖ ഐ ഗ്രൂപ്പ് നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ആശയപരമായി നമുക്ക് യോജിച്ചു നിന്ന് ഈ രാജ്യത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന ഛിദ്ര വർഗീയ ശക്തികൾക്കെതിരെ ഒരുമിച്ച് പടപെടുത്താമെന്ന് മാത്രം പറയുന്നു. നെഹ്റു അനുസ്മരണ യോഗം മാത്രമാണിതെന്നും മറ്റ് വ്യാഖ്യാനം വേണ്ടെന്നുമാണ് നാലാം ഗ്രൂപ്പ് നേതാക്കളുടെ വാദമെങ്കിലും ഒരു എ ഗ്രൂപ്പ് നേതാവിനെ പോലും യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി രമേശുമായിട്ട് യോജിച്ച് കൈകോർത്ത് പ്രവർത്തിക്കും. എന്നാൽ ഐ ഗ്രൂപ്പ് നേതാക്കളായിട്ടും ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന KC വേണുഗോപാലോ DCC പ്രസിഡന്റ് AA ഷുക്കൂറോ ചടങ്ങിൽ എത്തിയില്ല. അതേസമയം സമ്മേളനത്തിനെതിരെ KPCCയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് ജില്ലയിലെ എ ഗ്രൂപ്പ്. റിപ്പോർട്ടർ, ആലപ്പുഴ.